ചേട്ടാ, അനുവിനോട് നമ്മുടെ ഓഫീസിൽ നിന്ന് പോകണ്ടെന്ന് പറയായിരുന്നില്ലേ? ഞാൻ അവളോട് പറഞ്ഞതാടാ. പക്ഷെ അവൾക്ക് ഇത് എവിടെ ഇരിക്കാൻ ആഗ്രഹം. താങ്കൾ ശിവദാസനല്ലേ? ആ, ഞാൻ അനുവിൻ്റെ ഫ്രണ്ടാ. അനുവിന് സ്നേഹമാണ് വേണ്ടത്. അച്ഛനായ താങ്കൾ വേണം അത് കൊടുക്കാൻ. അനുവിനെ ആ അനാഥാലയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് നല്ലൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. ഇനിയുള്ള കാലമെങ്കിലും അവൾ ഹാപ്പിയായിട്ട് ജീവിക്കണം. ചെറുപ്പത്തിൽ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ ഫാമിലി ലൈഫ് വീണ്ടും തിരികെ കിട്ടണം. അതിനെന്ത് ചെലവ് വന്നാലും ഞാൻ തന്നോളാം. 4 ആളുടെ മുമ്പിൽ വെച്ച് കൈപിടിച്ചേൽപ്പിച്ചിട്ട് മോളെ നന്നായി നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞയക്കേണ്ട അച്ഛനാണ് ഞാൻ. എന്നോട് സാറി പോകുന്നിട്ട് എൻ്റെ മോളെ നന്നായി നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞേൽപ്പിക്കുന്നത് മഹാപാവിയാണ് ഞാൻ. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ടെങ്കിൽ എന്നോട് വന്നേ. കരയുന്നത് കണ്ടില്ലേ? ഇനി ഇയാളെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല. നോക്ക്, ഇയാളിപ്പോൾ ആ പഴയ ശിവദാസനേ അല്ല. ചെറുപ്പം മുതലേ നിനക്കൊരു കുടുംബമുണ്ടാകണമെന്നും സന്തോഷത്തോടെ ജീവിക്കണമെന്നും നിന്നേക്കാൾ കൂടുതലായി ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. 10-20 കൊല്ലം മുമ്പ് ഇയാളൊരു തെറ്റ് ചെയ്തു. അനു, സോറി, ആപ്ലിക്കേഷൻ അവിടെ വച്ചിട്ടുണ്ട്. ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യ്. ഓക്കെ? ഓക്കെ സർ. നോക്കിയേ മോളെ, നിനക്കാ പയ്യന് ഇഷ്ടമാണെങ്കിൽ ഉടനെ കല്യാണം നടത്തായിരുന്നു. അച്ഛൻ്റെ കടമകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതെങ്കിലും എനിക്ക് കല്യാണമേ വേണ്ട. നിന്നെ നല്ലോണം നോക്കിക്കൊള്ളാമെന്നും നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ച് അയച്ചോളാമെന്നും വലിയൊരു മനുഷ്യന് ഞാൻ വാക്കു കൊടുത്താ മോളെ. നമ്മളെ തമ്മിൽ ചേർത്തതും ഇപ്പോ നിന്റെ ഈ കല്യാണ ചെലവിന് കാശ് തന്നതും ഒക്കെ അദ്ദേഹമാണ്. ആരായാൾ? നിന്റെ ബോസ് GK സാർ. ഈ വിവാഹം നടന്നാൽ അദ്ദേഹം ഒരുപാട് സന്തോഷിക്കും. അങ്ങനെ പറഞ്ഞോ അദ്ദേഹം? അതേ മോളെ. ആ സൈഡ് പോർഷനാണ്. പിന്നെ സംസാരിക്കാം. ഓക്കെ, യു ക്യാരി ഓൺ. ഇത് നിങ്ങൾ എന്റെ ബോസ് എന്ന അധികാരം വെച്ച് തന്നതാണെങ്കിൽ ആ ബന്ധം ഇപ്പൊ ഇല്ല. എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നതാണെങ്കിൽ അതും ഇപ്പൊ ഇല്ലല്ലോ. എന്റെ അച്ഛനെ നിങ്ങൾ എനിക്ക് തിരികെ തന്നല്ലോ. എന്റെ കല്യാണം നടന്നു കണ്ടാൽ നിങ്ങൾ സന്തോഷിക്കുമെന്ന് പറഞ്ഞില്ലേ? നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റൊരാളോടൊത്ത് ജീവിക്കാൻ എന്നെ മറക്കണം, എന്നെ മറക്കണം.
പോയ സഞ്ജനയെ നിങ്ങൾ ഇനിയും മറന്നില്ലല്ലോ. അത്രത്തോളം സ്നേഹിച്ച നിങ്ങളെ എനിക്കെങ്ങനെ മറക്കാനാവും? എന്റെ സ്നേഹത്തെ നിങ്ങൾ എന്തെങ്കിലും അംഗീകരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ നിങ്ങൾ എന്നെ അറിഞ്ഞതേയില്ല. എന്നെങ്കിലും ഒരിക്കലും മനസ്സ് മാറുമെന്ന് കരുതി. എന്നാ അതും വെറുതെ. അനു, അനു, നിനക്കെന്താ ഭ്രാന്താണോ? വല്ലതും പറ്റിയിരുന്നെങ്കിലോ? പറ്റിയ നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ രക്ഷപ്പെടുത്തിയത്? ഞാൻ ഇവിടുന്ന് വീണ് മരിച്ച നിങ്ങൾക്ക് എന്താ നഷ്ടം? പറ, നിങ്ങൾക്ക് എന്താ നഷ്ടം? നിനക്ക് ശരിക്കും ഭ്രാന്ത് തന്നെയാ. വേറെ എവിടെയെങ്കിലും പോയി ചാകുക. ഇതെന്റെ കൺസ്ട്രക്ഷൻ സൈറ്റാ. ഇവിടെ വെച്ച് എന്തെങ്കിലും പറ്റിയാ പോകുന്നത് നിന്റെ ജീവൻ മാത്രമല്ല, എന്റെ പേരും കൂടാ. പാവ അനുവിനെ എന്തിനാ ചേട്ടാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അവളാ പറഞ്ഞത് എന്നെ മറക്കാൻ പറ്റില്ലെന്ന്. ഇനി അവൾ എന്നെ മറന്നോളൂ. ഹലോ, അറിയില്ല. ഞാൻ ടൂറിന് പോയപ്പോഴും നിങ്ങൾ സൂക്ഷിച്ചു പോകണം, നിങ്ങളുടെ ആരോഗ്യം നല്ലവണ്ണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതല്ലാതെ അവളെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ സെൽഫിഷ് ആയിരുന്നടാ. പ്ലീസ് അങ്കിൾ, പ്ലീസ്. ഇത്രയും കാലം എന്റെ ബിസിനസ്, എന്റെ അച്ചീവ്മെന്റ്സ്, എന്റെ സക്സസ്, എന്റെ ഫെയില്യൂഴ്സ്, അതേക്കുറിച്ചാണ് ഞാൻ അവളോട് പറഞ്ഞത്. ഒരു ദിവസം പോലും സുമിത്രയ്ക്ക് സുഖമാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഒരു പരാതിയും പറയാതെ അവൾ എന്നെ വിട്ട് പോയി കളഞ്ഞില്ലേ? ഇത്ര റൂത്ത്ലെസ്സായി നമ്മളെ വിട്ട് എങ്ങനെ പോകാൻ തോന്നിയെങ്കിൽ ഈ അമ്മയ്ക്കും മോൾക്കും? അവർ രണ്ടുപേരുമല്ല റൂത്ത്ലെസ്, അവന. സുമിത്ര പാവമായിരുന്നു, സ്നേഹിക്കാനേ അവൾക്കറിയും. അവൾക്കൊരാഗ്രഹം കൂടി ബാക്കിയുണ്ടായിരുന്നു. അത് പൂർത്തിയാക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് അവൾ പോയത്. നിന്റെയും അനുവിന്റെയും കല്യാണം നടന്നു കാണണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം, അവളുടെ അവസാനത്തെ ആഗ്രഹം. എന്റെ സുമിത്രയുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുമോ? ആ കടം വീട്ടാൻ എനിക്ക് പറ്റില്ലേ? അങ്കിൾ എന്നോടൊപ്പം നാട്ടിലേക്ക് വന്നൂടെ? ഇല്ല കിച്ച, എനിക്കിവിടെ വിട്ട് എവിടേക്കും വരാൻ കഴിയില്ല. എന്റെ സുമിത്രയുടെ ഓർമ്മകളുമായി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. എന്നിട്ടാണോ സഞ്ജനെ മറക്കാൻ അങ്കിൾ എന്നോട് പറഞ്ഞത്? നിങ്ങൾ ഒരു വർഷം പോലും തികച്ച് ജീവിച്ചിട്ടില്ല. നിനക്ക് ജീവിതം ഇനിയും ബാക്കിയുണ്ട്. അതിങ്ങനെ പാഴാക്കാനുള്ളതുമല്ല. അതുകൊണ്ടാ അനുവിനെ വിവാഹം കഴിക്കാൻ ഞാൻ പറഞ്ഞത്. അനുവിനെ എനിക്കും ഇഷ്ടമാണ് അങ്കിൾ. പക്ഷെ സഞ്ജനെ മറക്കാൻ ഒരിക്കലും എനിക്കാവില്ല. കൊഴിഞ്ഞുപോയ സ്നേഹത്തിനും കാത്തിരിക്കുന്ന സ്നേഹത്തിനും ഇടയിൽ കിടന്ന് വല്ലാതെ കഷ്ടപ്പെടുകയാണ് എന്റെ കിച്ചു അല്ലേ. ഈ വിഷമം കാണാൻ എനിക്ക് വയ്യ. എന്റെ അമ്മയുടെ അവസാന ആഗ്രഹം തന്നെയാ എനിക്കുള്ളത്. എനിക്ക് വേണ്ടി എന്നെ മറന്നേക്ക് കിച്ചു.
അനുവിനെ എനിക്കിഷ്ടമാണ്. പക്ഷെ സഞ്ജനയുടെ സ്ഥാനത്ത് ഞാൻ എങ്ങനെ അവളെ? നിനക്ക് ശരിക്കും ഭ്രാന്ത് തന്നെയാ. എവിടെയെങ്കിലും പോയി ചാവ്. അനുവിന് സ്നേഹമാണ് വേണ്ടത്. എന്റെ സുമിത്രയുടെ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുമോ? അനുവിനെ എനിക്കിഷ്ടമാണെങ്കിൽ, പക്ഷെ സഞ്ജന എൻ്റെ മനസ്സിലുള്ളിടത്തോളം എനിക്ക് വേണ്ടി എന്നെ മറന്നേക്ക് കിച്ചു.